നവംബർ 15 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ട്രെയിനിൽ പുറപ്പെട്ടു. 16-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് തിബിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഉടനെ ഒരു ടാക്സി പിടിച്ച് ഗോവ വിമാനത്താവളത്തിലേക്ക് പോയി. രാവിലെ 6:55 ഫ്ലൈ 91 വിമാനം 1.5 മണിക്കൂർ ആകാശത്ത് വട്ടമിട്ട് പറന്ന ശേഷം ലക്ഷദ്വീപിലെ അഗത്തിയിൽ ലാൻഡ് ചെയ്തു. ഫ്ലൈ 91 വിമാനം അഗത്തി വിമാനത്താവളത്തിൽ കൃത്യസമയത്ത് എത്തിയെങ്കിലും ചെക്ക് ഇൻ ചെയ്ത് പുറപ്പെടാൻ വളരെ വൈകിപ്പോയി. ദ്വീപിലെ ഞങ്ങളുടെ സ്പോൺസർമാരായ നൂറുള്ളയും സക്കറിയ മാഷും ടാക്സികളുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന താമസ സ്ഥലത്തേക്കാണ്. ഗൈഡ് സക്കറിയ സാഹിബ് ഞങ്ങളെ മുറിയിലേക്ക് കൊണ്ടുപോയി. മനോഹരമായ തെങ്ങിൻ തൂപ്പുകൾ, അതിരിടുന്ന തെളിമയാർന്ന അറബിക്കടൽ ആനന്ദമായി നിലകൊണ്ടു. പിന്നീട് ആകാശത്തോളം ഉയർന്നു വളർന്ന് ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്ന തെങ്ങിൻ തൂപ്പുകളുടെ തണലുള്ള ഒരു മണൽപ്പാതയിലൂടെ സൈറാബാനും സഹോദരൻ അനീറയും തയ്യാറാക്കിയ രുചികരമായ ദ്വീപ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പുറപ്പെട്ടു. മുറ്റത്ത് തൂണികൊണ്ടുള്ള ഒരു പന്തൽ കെട്ടിയ ഒരു ചെറിയ ഗ്രാമീണ കുടിൽ കണ്ടു. മേശകളും കസേരകളും ഒരുക്കി വെച്ചിരുന്നു. വിഷമിലെത്തിയ ഞങ്ങൾക്ക് ചിരട്ടപ്പുട്ടും കറികളും ചായയും വിളമ്പി. രുചികരമായ ഒരു പ്രഭാത ഭക്ഷണമായിരുന്നു അത്. ഞങ്ങൾ അവിടെ താമസിച്ച 4 ദിവസവും ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും 3 നേരം ഭക്ഷണം കഴിച്ചത്. ലക്ഷദ്വീപ് ഭക്ഷണത്തിന്റെ രുചി മലബാർ ഭക്ഷണമാക്കി മാറ്റുന്നതിൽ സക്കീന സാഹിബ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ദ്വീപിന്റെ തനതായ രുചികളിൽ ഉൾപ്പെടുന്ന പപ്പടം, ഇഡലി, തേങ്ങാ ചട്നി, കിഴങ്ങി, പാൽ എന്നിവ. ഉച്ചഭക്ഷണത്തിന് തേങ്ങാച്ചോറും മാസ്കറിയും വറ്റമുളകിട്ടതും. അങ്ങനെ നിഷ്കളങ്കമായി ചിരിച്ച് സൗഹൃദം പങ്കിട്ട് സൽക്കരിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിത രീതിയും സംസ്കാരവും തൊട്ടറിഞ്ഞ് 3-4 ദിവസം
കടലിന്റെ തലോടലേറ്റ് കരയിരുന്ന് വിശ്രമിച്ചു. രാത്രി ഭക്ഷണത്തിന് ശേഷം ഒലീവ് ഗ്രൂപ്പ് ഡയറക്ടർ കരുമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ചിരുന്ന് അനുഭവങ്ങൾ പങ്കിട്ടു. കവിയത്രി സുബൈദയുടെ ഗാനത്തോടെയാണ് ആ രാത്രി പരിപാടി അവസാനിച്ചത്. തുള്ളി വെള്ളം കണ്ടു തവളകൾ തുള്ളി തുള്ളി ചാടി. മൂത്ത തവള പറഞ്ഞു അനിയ മുങ്ങാങ്കുഴികളിടാം ചാടാം ഒന്നിച്ചു ഞങ്ങൾ മടങ്ങി ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു പിടി ഓർമ്മകളുമായി. വേണ്ട ചേട്ടാ വേണ്ട വെറുതെ കുഴപ്പം കാട്ടരുതേ ചാടാനൊരുങ്ങിടൽ